പെൺകുട്ടികളുടെ കുറഞ്ഞ വിവാഹപ്രായം 18 നിന്ന് 9 കുറയ്ക്കുന്നതിനുള്ള ബിൽ ഇറാഖ് പാർലമെന്റിൽ അവതരിപ്പിച്ചു. നിയമം ഭേദഗതി ചെയ്യാനുള്ള ഇറാഖ് സർക്കാരിന്റെ നീക്കത്തിനെതിരെ കടുത്ത പ്രതിഷേധമാണ് ഉയരുന്നത്. ഇറാഖ് നീതിന്യായ വകുപ്പാണ് രാജ്യത്തിന്റെ വ്യക്തി നിയമം ഭേദഗതി ചെയ്യുന്നതിനുള്ള ബിൽ അവതരിപ്പിച്ചത്. നിലവിലുള്ള നിയമപ്രകാരം ഇറാഖിലെ സ്ത്രീകളുടെ വിവാഹത്തിനുള്ള കുറഞ്ഞ പ്രായപരിധി 18 വയസ്സാണ്. കുടുംബകാര്യങ്ങളിൽ തീരുമാനമെടുക്കാൻ മത അധികാരികളെയോ സിവിൽ ജുഡീഷ്യറിയെയോ തിരഞ്ഞെടുക്കാൻ പൗരന്മാരെ അനുവദിക്കുന്നതാണ് ബിൽ. ഇത് അനന്തരാവകാശം, വിവാഹമോചനം, കുട്ടികളുടെ സംരക്ഷണം തുടങ്ങിയവയിലുള്ള അവകാശങ്ങൾ കുറക്കാൻ കാരണമാകുമെന്ന് വിമർശകർ ചൂണ്ടിക്കാട്ടുന്നുണ്ട്. ബിൽ പ്രാബല്യത്തിൽ വന്നാൽ 9 വയസ്സ് പൂർത്തിയാക്കിയ പെൺകുട്ടിക്കും 15 പൂർത്തിയാക്കിയ ആൺകുട്ടിക്കും വിവാഹം കഴിക്കാൻ കഴിയും. ശൈശവ വിവാഹങ്ങളുടെ എണ്ണം വർദ്ധിക്കാനും കുട്ടികളെ ചൂഷണത്തിനിരയാക്കുന്ന സാഹചര്യം സൃഷ്ടിക്കപ്പെടുമെന്ന ഭയവും നിലനിൽക്കുന്നുണ്ട്. ഇത്തരത്തിലുള്ള നീക്കം സ്ത്രീകളുടെ അവകാശങ്ങളും ലിംഗസമത്വവും ഉറപ്പുവരുത്താൻ പതിറ്റാണ്ടുകളായി നടത്തിവരുന്ന നടപടികൾക്കും പദ്ധതികൾക്കും തുരങ്കം വെക്കുന്നതാണെന്നും വിമർശകർ ചൂണ്ടിക്കാട്ടുന്നു. 21 ലക്ഷത്തോളം സന്തുഷ്ടരായ ഉപഭോക്താക്കളും 2 ലക്ഷത്തോളം തിമിര ശസ്ത്രക്രിയകളും പൂർത്തിയാക്കിയ മലബാറിലെ ഏക കണ്ണാശുപത്രി അൽ സലാമ ഹൈ ഹോസ്പിറ്റൽ, ഹോസ്പിറ്റൽ റോഡ്, പെരിന്തൽമണ്ണ. പെൺകുട്ടികളുടെ വിദ്യാഭ്യാസം, ആരോഗ്യം, ക്ഷേമം എന്നിവയ്ക്ക് ഗുരുതരമായ പ്രത്യാഘാതങ്ങൾ ഉണ്ടാകുമെന്ന് മുന്നറിയിപ്പ് നൽകി മനുഷ്യാവകാശ സംഘടനകളും വനിതാ ഗ്രൂപ്പും സാമൂഹിക പ്രവർത്തകരും ബില്ലിനെ ശക്തമായി എതിർത്ത് രംഗത്തെത്തിയിട്ടുണ്ട്. ഇറാഖിലെ 28% പെൺകുട്ടികളും 18 വയസ്സിന് മുൻപ് വിവാഹിതരായിട്ടുണ്ടെന്ന് യുണൈറ്റഡ് നേഷൻസ് ചിൽഡ്രൻസ് ഏജൻസിയായ യുനിസെഫിന്റെ കണക്കിൽ വ്യക്തമാക്കുന്നുണ്ട്. ഈ നിയമം പാസാക്കുന്നത് രാജ്യത്തെ പിന്നോട്ടടുപ്പിക്കുമെന്നും ബില്ലുമായി മുന്നോട്ടു പോകരുതെന്നും ഹ്യൂമൻ റൈറ്റ്സ് വാച്ച് ഗവേഷകയായ സാറ സെൻബാർ പറഞ്ഞു. 9 വയസ്സ് പ്രായമുള്ള പെൺകുട്ടികളുടെ വിവാഹം നിയമവിധേയമാക്കുന്നതിലൂടെ ഇറാഖിലെ എണ്ണമറ്റ പെൺകുട്ടികളുടെ ഭാവിയും ക്ഷേമവും കവരുകയാണെന്ന് സെൻബാർ പറഞ്ഞു. പെൺകുട്ടികൾ കളിസ്ഥലത്തും സ്കൂളിലുമാണ് ഉണ്ടാകേണ്ടത്, മറിച്ച് വിവാഹ വസ്ത്രത്തിലല്ലെന്ന് അവർ കൂട്ടിച്ചേർത്തു. ഇറാഖ് വിമൻസ് നെറ്റ്വർക്കിലെ അമൻ അബാഷിയും ശക്തമായ എതിർപ്പ് പ്രകടിപ്പിച്ചിട്ടുണ്ട്. ഇതിനോടകം തന്നെ ഇത്തരം കാഴ്ചപ്പാട് വെച്ചു പുലർത്തുന്ന ഇറാഖിൽ ഈ ഭേദഗതി കുടുംബത്തിൽ പുരുഷ മേധാവിത്വമുണ്ടാക്കുമെന്നും അവർ പറഞ്ഞു. ജൂലൈ അവസാനത്തോടെ ബില്ലിൽ ഒട്ടേറെ എംപിമാർ എതിർപ്പ് പ്രകടിപ്പിച്ചതോടെ ചില നിർദ്ദിഷ്ട മാറ്റങ്ങൾ പാർലമെന്റ് പിൻവലിച്ചിട്ടുണ്ട്. പാർലമെന്റിൽ കൂടുതൽ ആധിപത്യമുള്ള ഷിയ വിഭാഗത്തിന്റെ പിന്തുണ ലഭിച്ചതോടെ ഓഗസ്റ്റ് 4 ബിൽ സംബന്ധിച്ച ചർച്ചകൾ വീണ്ടും ചൂടുപിടിച്ചു. 1959 നിയമത്തിലാണ് ഭേദഗതി വരുത്താൻ ഒരുങ്ങുന്നത്. ഇറാഖിലെ രാജവാഴ്ചയുടെ പതനത്തിന് ശേഷമാണ് ഈ നിയമം നിലവിൽ വന്നത്. ഇതോടെ കുടുംബ വ്യവസ്ഥകളുടെ അധികാരം മതപരമായ വ്യക്തികളിൽ നിന്ന് രാജ്യത്തിന്റെ നിയമവ്യവസ്ഥയുടെ കീഴിലേക്ക് മാറുകയായിരുന്നു. ബിൽ ഇസ്ലാമിക നിയമമനുസരിച്ചാണ് തയ്യാറാക്കിയിരിക്കുന്നതെന്നും ഇത് ചെറുപ്പക്കാരായ പെൺകുട്ടികളെ അധാർമിക ബന്ധങ്ങളിൽ നിന്ന് സംരക്ഷിക്കുമെന്നും ബില്ലിനെ അനുകൂലിക്കുന്നവർ പറയുന്നുണ്ട്.